ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ മലയാളം ഫസ്റ്റ് ലാംഗ്വേജസും ഇംഗ്ലീഷും ഒക്കെ നമ്മൾ ഉഷാറായി നമ്മൾ എഴുതി. മലയാളം ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നിരുന്നു അല്ലേ. അപ്പോൾ മക്കൾ ഒരുപാട് പേര് മെസ്സേജുകളായിട്ടും കമൻറ്റുകളായിട്ടൊക്കെ ഒരുപാട് സ്നേഹം അറിയിച്ചിരുന്നു. അപ്പോൾ ടീച്ചർക്ക് ഒരുപാട് പേർക്കൊക്കെ ടീച്ചർ റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പോൾ ടീച്ചർക്ക് ഒരുപാട് സന്തോഷം തോന്നി നമ്മൾ പഠിച്ചതും ഡിസ്കസ് ചെയ്തൊക്കെ വന്നപ്പോൾ. നിങ്ങൾ അത്രയും സന്തോഷത്തോടെ കൂടെ നിങ്ങൾ ആ സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷും നമ്മൾ ഏകദേശം അങ്ങനെ തകർത്ത് ഉഷാറായി ഇംഗ്ലീഷും നമ്മൾ എഴുതിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളത് ഏതാണ്? മലയാള സെക്കൻഡ് ആണ്. എല്ലാവർക്കും കോമൺ ആയിട്ട് എഴുതാനുള്ള പഠിക്കാനുള്ള സബ്ജക്റ്റാണ് മലയാള സെക്കൻഡ്. അപ്പോൾ മലയാളം ഫസ്റ്റ് പോലെ ഇംഗ്ലീഷ് പോലെ നമുക്ക് മലയാള സെക്കൻഡും എന്താണ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് പഠിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ്? കഥാപാത്ര നിരൂപണമാണ് അല്ലേ. മലയാളം സെക്കൻഡിലാണെങ്കിൽ ഫസ്റ്റിലാണെങ്കിൽ ഏറ്റവും ഷുവർ ആയിട്ടുള്ള എസ്സേ ചോദ്യങ്ങളിൽ ഒന്ന് കഥാപാത്ര നിരൂപണമാണ്. അപ്പോൾ നമുക്ക് എത്ര കഥാപാത്രങ്ങൾ മലയാള സെക്കൻഡിൽ പഠിക്കാനുണ്ട്? പ്രധാനമായിട്ടും ഇന്നേവരെ ചോദിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ, അവരുടെ സവിശേഷതകൾ, എങ്ങനെയാണ് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മക്കൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവണം അല്ലേ. അപ്പോൾ എന്താണ്, അറിയാത്തവരുണ്ടാവാം അല്ലേ, ചിലപ്പോൾ കൺഫ്യൂഷനുള്ള ആളുകളുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. മാത്രമല്ല, നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും പാഠഭാഗമൊക്കെ ഇതുപോലെ ഷോർട്ട് വീഡിയോസൊക്കെ വേണമെങ്കിൽ മക്കൾ അതുകൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നേരത്തെ കമൻറ്റ് ചെയ്താലേ ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനനുസരിച്ച് വീഡിയോസ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കഥാപാത്ര നിരൂപണമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? കഥാപാത്രത്തിൻ്റെ രൂപം, വേഷം, കഥാപശ്ചാത്തലം അല്ലേ, കഥാപാത്രത്തിനുള്ള സ്ഥാനം, അതായത് കഥയിൽ ആ പെർട്ടിക്കുലർ പാഠഭാഗത്തിൽ കഥാപാത്രത്തിനുള്ള സ്ഥാനത്തെക്കുറിച്ച് നമ്മൾ എഴുതണം. ജീവിത പശ്ചാത്തലം, മൂല്യങ്ങൾ, മറ്റുള്ളവരോടുള്ള ഇടപെടൽ, അവസാനം നമ്മുടെ കൺക്ലൂഷനിൽ നമ്മളുടെ അഭിപ്രായം അല്ലെ, നമുക്ക് ആ കഥാപാത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായം എഴുതാം. അതേപോലെ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ സംഭാഷണ ശകലങ്ങൾ തന്നിട്ടാവാം ആ കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുള്ള മറ്റേതെങ്കിലും സംഭാഷണങ്ങളുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ സന്ദർഭം തന്നെ കൊടുക്കാം. ഓക്കെ, അങ്ങനെ മനോഹരമാക്കുന്ന രീതിയിൽ ആ കഥാപാത്രത്തെ എന്ത് ചെയ്യാം, അതിൻ്റെ ശക്തി ദൗർബല്യങ്ങളോട് കൂടെ എന്ത് ചെയ്യുക, നമ്മളതിനെ വിലയിരുത്തുകയാണ് വേണ്ടത്. പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സൂചിപ്പിക്കാം. അപ്പോൾ 6 മാർക്കിനുള്ളതാണ്. ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം. പിന്നെ ഖണ്ഡികകൾ തിരിച്ചൊരു 3-4 പാരഗ്രാഫിൻ്റെ ഉള്ളിൽ നമുക്ക് ഒതുക്കി എഴുതാം. 3 മാക്സിമം 3 വേണം കേട്ടോ. ലാസ്റ്റത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത് എപ്പോഴും കൺക്ലൂഷനാണ്. അതിനകത്ത് നമ്മുടെ അഭിപ്രായങ്ങളും അല്ലേ, നമുക്ക് ആ കഥാപാത്രത്തോടുള്ള കാഴ്ചപ്പാടുകളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അടയാളപ്പെടുത്തണം. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, എത്ര കഥാപാത്രങ്ങൾ ഗദ്യഭാഗത്തു നിന്നാണ്, നമ്മൾ കാവ്യത്തിലേക്ക് പോകുന്നില്ല, കവിതയിലേക്ക് പോകുന്നില്ല, ഗദ്യത്തിൽ നിന്ന് നമുക്ക് എത്ര കഥാപാത്രങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. കോരൻ, ചിരിത, വെളുത്ത, പുഷ്പവേലി, ലൗസേപ്പ്, ഇത്രയും കഥാപാത്രങ്ങൾ ഏതു പാഠഭാഗമായിരുന്നു? പ്ലവിലക്കഞ്ഞി എന്ന് പറയുന്ന നോവൽ ഭാഗത്തിലുള്ള കഥാപാത്രമാണ്. അമ്മ, മകൻ, അച്ഛൻ അല്ലെ, ഇത് ഏതാണ്? ഓരോ വിളിയും കാത്തു എന്ന് പറയുന്ന കഥയിലുള്ളതാണ്. മത്തായി, മാർക്കോസ്, മത്തായിയുടെ അമ്മ, ഏത് കഥയാണ്? കോഴിയും കിഴവിയും എന്ന് പറയുന്ന കഥയാണ്. ചാക്കുണ്ണി, ചെമ്പുമത്തായി, റേഡിയോ, ഇത്രയും കഥാപാത്രങ്ങൾ എവിടെയാണ്? പണയം എന്ന് പറയുന്ന കഥയിലുള്ളതാണ്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 കഥാപാത്രങ്ങളാണ് നമുക്ക് ഗദ്യഭാഗത്ത് നിന്നും നമുക്ക് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള കഥാപാത്ര നിരൂപണങ്ങളാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ഇത്രയും കഥാപാത്രങ്ങളാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ എന്താണ് സവിശേഷതകൾ നമുക്ക് നോക്കാം. കോരൻ എന്ന് പറയുമ്പോൾ പോയിന്റ് വൈസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കഠിനാധ്വാനിയായിട്ടുള്ള ഒരു കർഷകനാണ്, കർഷക തൊഴിലാളിയാണ്. സ്നേഹം അല്ലേ, അച്ഛനോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ഒക്കെ ഉദാത്തമായിട്ടുള്ള സ്നേഹം സൂക്ഷിച്ചിരുന്ന കഥാപാത്രമാണ്. ജന്മിത്തത്തോടുള്ള പ്രതിഷേധമുള്ള കഥാപാത്രമാണ്. പിതാവിനോടുള്ള സ്നേഹം അല്ലെ, സംഘബോധം, സംഘടിത മനോഭാവമൊക്കെ ഉള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ വിശദീകരിച്ച് പറയുന്ന സമയത്ത് അധ്വാനത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ അല്ലെ, അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ കഥാപാത്രമാണ്. സ്നേഹിച്ച ആളെ അല്ലെ, ചിരിതയെ സ്വന്തമാക്കാൻ വേണ്ടി എന്താണ്, അധ്വാനത്തെ പണയം വെക്കാൻ, അതായത് തൻ്റെ അധ്വാനത്തെ തന്നെ പണയം വെക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള അല്ലെ, ഒരു മടിയും കാണിക്കാത്ത കഥാപാത്രമാണ്. കൈമറന്ന് അധ്വാനിച്ചിട്ടും വേണ്ടത്ര ചെയ്യുന്ന ജോലിയുടെ പ്രതിഫലം കിട്ടാത്തതിലുള്ള പ്രതിഷേധം എന്താണ്, കൂട്ടത്തിലുള്ള ആളുകളൊന്നും പ്രതികരിക്കാതിരുന്ന സമയത്തും അതിനെതിരെ ആ ഒരു എന്താ പറയുക, മാറ്റി നിർത്തലിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ശ്രമിച്ച ഒരു കഥാപാത്രം കൂടെയാണ്. പിന്നെ അരി തേടി നടക്കുമ്പോൾ നെല്ല് കടത്തിക്കൊണ്ടു പോകുന്നത് കാണുമ്പോഴും കോരൻ്റെ ഉള്ളിൽ, ടീച്ചർ സന്ദർഭങ്ങളാണ് പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവാനും അതൊക്കെ ഉൾപ്പെടുത്താനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പ്രതിഷേധം, നെല്ല് കടത്തിക്കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ കഴിക്കേണ്ട നെല്ലല്ലേ, ഇത് പരസ്യപ്പെടുത്തിയാൽ എന്ത് എന്ന് ആലോചിക്കുന്ന ഒരു കഥാപാത്രമാണ് കോരൻ്റെ കഥാപാത്രം. പിന്നെ എന്താണ്,
പ്രതിഷേധിക്കാത്ത, എല്ലാം ജന്മിക്ക് അടിയറ വെച്ച് പ്രതിഷേധിക്കാത്ത നിൽക്കുന്ന ഒരു വലിയ സമൂഹമാണ് പുറത്തുള്ളത് അല്ലേ. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ കാണിക്കുക എന്ന് പറയുന്നത് ഒരു മാറ്റത്തിൻ്റെ സൂചനയാണ് അല്ലേ. കോരൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതയെ കാണാം. പിന്നെ ജന്മിത്ത ചൂഷണത്തോട് പ്രതികരിക്കാൻ മുന്നോട്ട് വന്ന അടിയാള വർഗത്തിൻ്റെ കരുത്തുറ്റ പ്രതിനിധിയാണ് എന്നൊക്കെ പറയുന്ന വിശദീകരണമൊക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ ചിരിതയെ അതിരറ്റ് സ്നേഹിക്കുന്ന കഥാപാത്രമാണ്. അവളുടെ വിശപ്പ് അകറ്റണം എന്ന് പറയുന്ന ആ ഒരു ആഗ്രഹമാണ് കോരൻ്റെ ഉള്ളിൽ. അതിനുവേണ്ടി അയാൾ എന്ത് കഷ്ടപ്പാടും സഹിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവളോടുള്ള സ്നേഹത്തിൽ നിന്നുണ്ടാവുന്നതാണ് അവളെക്കുറിച്ചുള്ള ആദിയും എന്താ പറയുക കെയറിങ്ങും ഒക്കെ അല്ലേ. പിന്നെ ചിരിതയുടെ താടിയിലൊക്കെ വല്ല വാത്സല്യപൂർവ്വം എന്തിനാണ് കഞ്ഞി മാറ്റി വെച്ചത് അല്ലേ, നിനക്ക് മോന്തിക്കൂടായിരുന്നു എന്നൊക്കെ ചോദിക്കേണ്ടത്, നിനക്ക് കഴിച്ചുകൂടായിരുന്നോ എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. നീ കുടി എന്നൊക്കെ പറയുന്നതിൽ ചിരിതയോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്. പിന്നെ അച്ഛനെ തരിച്ചാക്കി പോകുന്നതിലുള്ള കുറ്റബോധം, അക്ഷന്തവ്യമായ അപരാധബോധം എന്നൊക്കെയുള്ള വാക്ക് കോർത്ത് വെക്കണം. പിന്നെ കോരന് അല്ലെ വൃദ്ധരോടുള്ള പരിഗണന, അതേപോലെ അച്ഛനെ കുറിച്ചുള്ള പഴയ കാര്യങ്ങൾ അല്ലെ, പിതൃഭക്തി നിറയുന്നത് കാണാം. അധ്വാനിച്ച് ജന്മിയുടെ പത്തായം നിറയ്ക്കുന്നവൻ അവസാന കാലത്ത് വരുന്ന അല്ലെ ഇത്തരം അവസ്ഥയെക്കുറിച്ച് അല്ലേ, അച്ഛന് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കണമെന്ന് പറയുന്ന കോരൻ്റെ ചിന്ത അല്ലേ. അപ്പോൾ എന്താണ്, ഒരു ജന്മം മുഴുവൻ ഒരു ജന്മിക്ക് വേണ്ടി ചിലവഴിച്ച അച്ഛൻ ഇങ്ങനെയാണ് അവസാനം അല്ലെ അദ്ദേഹത്തിൻ്റെ ജീവിതം പോകുന്നതെന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന കോരൻ്റെ മനസ്സിലുള്ള ചിന്തകൾ വിപ്ലവാത്മകമായിട്ടുള്ള ചിന്തകളുടെ സൂചനയാണ് അല്ലേ. ഇനി നമ്മളുടെ ചിരിത എന്ന് പറയുന്ന കഥാപാത്രമാണ്. ഒരുപാട് വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു കഥാപാത്ര നിരൂപണമാണ് ചിരിതയുടേത്. അധസ്ഥിത വർഗത്തിലെ ഇന്ദുലേഖ എന്നാണ് ഈ കഥാപാത്രത്തെക്കുറിച്ച് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചിട്ടുള്ളത്. കോരൻ്റെ ഭാര്യയാണ് ചിരിത. ഭർത്താവിനോട് അതിയായ സ്നേഹം അവൾക്കുണ്ട്. ഓക്കെ, ഭർത്താവിന് വേണ്ടി എല്ലാം സാക്രിഫൈസ് ചെയ്ത് തൻ്റെ ഭക്ഷണം വിശന്നിട്ട് പോലും അതെല്ലാം മാറ്റി വെച്ച് കോരന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. കഞ്ഞി വേണ്ടെന്ന് പറഞ്ഞ് വയറുവേദന നടിച്ച് കിടക്കുന്ന കോരനെ അല്ലേ നിർബന്ധിപ്പിച്ച് കഞ്ഞി കുടിപ്പിക്കാനുള്ള ചിരിതയുടെ അല്ലേ കോരനോടുള്ള സ്നേഹം നമുക്ക് കാണാം. പിന്നെ അല്പം കഞ്ഞി മാറ്റി വെച്ച് അല്ലേ രാവിലെ അത്രയും അധ്വാനിക്കാൻ വേണ്ടി പോകണ്ടാണ്, ആ കോരന് വേണ്ടി പറയാതെ അറിയാതെ കണ്ടറിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. പിന്നെ ഭർത്താവിൻ്റെ കുടുംബഭാരത്തെയും തന്നാലാവും വിധം അല്ലേ വീട്ടിലേക്ക് വിശന്ന് വരുന്ന കോരൻ്റെ അച്ഛനെ പട്ടിണിക്കിടുന്നില്ല അല്ലെ. അവസാനത്തെ ഒരു മുറം വിറ്റ് കൊണ്ടുവന്ന് പൈസ കൊണ്ട് വേഗം അരി വാങ്ങി അത് കഞ്ഞി ഉണ്ടാക്കി കോരി കൊടുക്കുന്ന സീനൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ചിരിത അല്ലേ തൻ്റെ വിശപ്പകറ്റുന്നതിനേക്കാൾ കോരൻ്റെയും അവൻ്റെ അച്ഛൻ്റെയും വിശപ്പകറ്റാൻ ശ്രമിക്കുന്നു. ഇത് അവളുടെ കുടുംബസ്നേഹം വ്യക്തമാക്കുന്നൊരു സന്ദർഭമാണ്. വെളുത്ത എന്ന് പറയുന്ന കഥാപാത്രം കോരൻ്റെ അച്ഛനാണ്. അധ്വാനത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് പാടത്ത് എല്ലുമുറിയെ പണിയെടുത്ത് ഒരുപാട് അനേകായിരം അല്ലേ ആളുകളുടെ ഉദരം നിറച്ച കർഷകനാണെന്ന് പറയുന്നത്. എത്രയോ കോടി നെല്ല് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്രയും വർഷത്തിനിടയിൽ. അദ്ദേഹത്തിൻ്റെ 8 വയസ്സ് മുതലാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഒരു ജന്മിയുടെ കൂടെ താമസിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം അയാൾ ക്ഷയിക്കുകയും വളരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കർഷകന്റെ അവസ്ഥ എന്നും ഒന്ന് തന്നെയാണ് എന്ന് കാണിക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളിൽ. പിന്നെ മകരോടുള്ള പിണക്കമൊക്കെ മറന്ന് അവനെ തേടി എത്തുമ്പോഴും എന്താണ് അവസാനം അല്ലേ അത്രയും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കാര്യം തീരുമാനിച്ചായിരുന്നു. അങ്ങനെയുള്ള ഒരു അച്ഛനാണ് പിണക്കമൊക്കെ മറന്നിട്ട് കോരനെ തേടി വരുന്നത്. അപ്പോൾ അയാളിലുള്ള ആ സ്നേഹത്തെ നമ്മൾ കാണുകയാണ്. വെളുത്തയുടെ അവസാനത്തെ ആഗ്രഹം എന്താണ്, അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക. കഞ്ഞി പോലും അല്ല, അല്ലെങ്കിൽ ചോറും അല്ല, തിളപ്പിച്ച വെള്ളമെങ്കിലും മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. പിന്നെ വളരെ ദയനീയമായ രീതിയിലാണ് അദ്ദേഹത്തെ നമ്മൾ കോരൻ്റെ വീട്ടിലെത്തുമ്പോൾ കാണുന്നത്. ശരീരമാകെ നീര് വന്ന് അല്ലേ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അല്ലേ. നിറഞ്ഞ ആരോഗ്യവും കരുത്തും ഉണ്ടായിരുന്നു. പഴയ തറവാട്ടിലുള്ള ചീനച്ചട്ടിയിലുള്ള ചോറ് അദ്ദേഹത്തിന് 2 ഉരുളക്കേ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അത്രയും ഭക്ഷണം കഴിച്ചിരുന്ന ഒരാളായിരുന്നു എന്നാലോചിക്കുക അല്ലേ. പുഞ്ചപ്പാടത്തിൻ്റെ അങ്ങേ അറ്റത്തിരിക്കുന്ന ഒരു ആളിനെ ഇപ്പുറത്ത് നിന്ന് കൂവി വിളിക്കാൻ അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിന് കഴിയില്ല എന്ന് പറയുന്നത്. അപ്പം അത്രയും അധ്വാനിച്ചിരുന്ന, അത്രയും എന്താ പറയുക ശരീരമുണ്ടായിരുന്ന, ആരോഗ്യമുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് അവസാന കാലത്ത് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത്രയും അല്ലേ ദയനീയമായിട്ടൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ വെളുത്തയുടെ ഇന്നലകളിലൂടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിഞ്ഞ കാലത്തിലൂടെ എന്താണ് അദ്ദേഹം നല്ലൊരു കർഷകനായിരുന്നു എന്നും അല്ലെ അധ്വാനിയായിരുന്നു എന്നൊക്കെ വെളിപ്പെടുത്തുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വെളുത്തയെക്കുറിച്ച് ചോദിച്ചാൽ എഴുതണം. അടുത്തൊരു കഥാപാത്രം പുഷ്പവേലി ഔസേപ്പാണ്. കർക്കശക്കാരനായ അല്ലെങ്കിൽ കണ്ണ് ചോരയില്ലാത്തൊരു ജന്മിത്ത വ്യവസ്ഥയുടെ സൂചനയാണ് പുഷ്പവേലി ഔസേപ്പ് എന്ന് പറയുന്നത്. ദ്രോഹിക്കുകയാണ്, ചെയ്യുന്ന ജോലിക്ക് കൂലി കൊടുക്കാത്ത കഥാപാത്രമാണ്, നീചനാണ്, മനുഷ്യരെല്ലാം വേർതിരിച്ച് കാണുന്നൊരു കഥാപാത്രമായിരുന്നു. ചെറിയ തുച്ഛമായ വരുമാനം പ്രതിഫലമായി നൽകിക്കൊണ്ട് മനുഷ്യരായി പോലും പരിഗണിക്കാതെ അല്ലേ തൊഴിലാളികളെ വളരെ അധികം ബുദ്ധിമുട്ടിലാക്കിയിട്ടുള്ളൊരു കഥാപാത്രമാണ് പുഷ്പവേലി ഔസേപ്പിൻ്റെ കഥാപാത്രം. അതേപോലെ നെല്ല് അദ്ദേഹം എന്ത് ചെയ്യാണ്, കരിഞ്ചന്തയ്ക്ക് കൂടുതൽ പൈസയ്ക്ക് പുറത്ത് വിൽക്കുകയാണ് അല്ലേ അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കാതെ. അപ്പോൾ ഇതൊക്കെയുള്ള ഒരു കഥാപാത്രമാണ് പുഷ്പവേലി ഔസേപ്പ്. ഇതുവരെ ചോദിച്ചിട്ടില്ല, പുഷ്പവേലി ഔസേപ്പിനെ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങളുടെ ഒരു ഭാഗ്യയോഗമൊക്കെ വെച്ച് ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ എഴുതുക കേട്ടോ. അടുത്തത്
അമ്മ എന്ന് പറയുന്ന കഥാപാത്രം ഏതിലെയാണ്? ഓരോ വിളിയും കാത്തു എന്ന് പറയുന്ന കഥയിലുള്ള UK കുമാരൻ എഴുതിയ കഥയാണ്. പ്ലാവിലക്കഞ്ഞി എന്ന് പറയുന്നത് രണ്ടിടങ്ങഴി എന്ന് പറയുന്ന തകഴിയുടെ നോവലിലെ ഭാഗമാണ്. അപ്പോൾ അമ്മ എന്ന് പറയുന്ന കഥാപാത്രം ഏതിലെയാണ്? ഓരോ വിളിയും കാത്തു എന്ന UK കുമാരൻ്റെ കഥയാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ കഥാപാത്രം അത്രയും മനോഹരമായിട്ടുള്ള ഒരു വാർദ്ധക്യ ദാമ്പത്യത്തെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കഥയിൽ നമ്മൾ ആവിഷ്കരിച്ച് കാണുന്നത്. ഒരുപാട് കൃതികളിൽ ഇപ്പോൾ വൈലോപ്പിള്ളിയുടെ ഊഞ്ഞാലിൽ എന്ന് പറയുന്ന കവിത, കണ്ണീർപ്പാടം, അങ്ങനെ വൃദ്ധരായിട്ടുള്ള ആളുകളുടെ ദാമ്പത്യ ജീവിതത്തെ കാണിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ, ഒരു ചെറു പുഞ്ചിരി എന്ന് പറയുന്ന സിനിമയൊക്കെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ വൃദ്ധരായിട്ടുള്ള ആളുകൾക്കിടയിൽ വളരെ ഭംഗിയുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. കാരണം അത്രയും വർഷം ഒന്നിച്ച് താമസിക്കുന്ന ആളുകളാണ്. അവർ തമ്മിൽ ഒരു റാപ്പോ കണക്ഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും അല്ലേ. ആ ഒരു ഭംഗിയുടെ സൗന്ദര്യത്തെ ദാമ്പത്യ ജീവിതത്തിന്റെ സൗന്ദര്യത്തെയാണ് എന്ത് ചെയ്യുന്നത് ഈ കഥയിൽ ആവിഷ്കരിക്കുന്നത്. ഇപ്പോൾ ഭർത്താവിന്റെ ഇഷ്ടമൊക്കെ അറിഞ്ഞ് ജീവിച്ചിരിക്കുന്ന, ഏത് രോഗാവസ്ഥയിലും ഭർത്താവിനെ പരിഗണിച്ചിരുന്ന അല്ലെ ഒരു കഥാപാത്രമാണ്. അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന, മൗനിയാക്കപ്പെടുന്ന കഥാപാത്രമാണ്. ഭർത്താവ് മരിച്ച ശേഷവും അദ്ദേഹം ഒപ്പമുണ്ട്. അപ്പോൾ അദ്ദേഹം മരിച്ച ശേഷം എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന്റെ ഓരോ വിളിയും കാത്തിരിക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് അയാൾ ₹1 കോയിനിട്ട് വിളിക്കുന്ന കോളിന് വേണ്ടിയിട്ടല്ല കാത്തിരിക്കുന്നത് അല്ലെ. ഓർമ്മകളിൽ എപ്പോഴും അച്ഛന്റെ വിളികൾ തങ്ങി നിൽക്കുന്ന ആ ഓർമ്മയുള്ള വീട്ടിൽ നിന്ന് എവിടെയും അമ്മയ്ക്ക് പോകാൻ പറ്റുന്നില്ല. എപ്പോഴും അച്ഛൻ വിളിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് തോന്നുകയാണ് അല്ലെ. മകന്റെ കൂടെ പോകാതെ സ്വയം തീരുമാനമെടുക്കുന്നു, ഗ്രാമപ്രകൃതിയിലൊക്കെ അഭിമാനിക്കുന്നു, ഗ്രാമീണ ജീവിതത്തിൽ അല്ലെ അഭിമാനമുള്ള കഥാപാത്രമാണ്. ഭർത്താവിന്റെ മരണം ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു കഥാപാത്രം കൂടിയാണ് അമ്മയുടെ കഥാപാത്രം. മകൻ ഏത് മകനാണ്? ഓരോ വിളിയും കാത്തിലെ മകനാണ്. അമ്മത്തൊട്ടിലെ ഒരു മകനെയും അമ്മയും നമുക്ക് കാണാം. അപ്പം നമ്മൾ ഗദ്യഭാഗമാണ് പറയുന്നത്. പദ്യകൃതികളിലും ഇങ്ങനെ കഥാപാത്രങ്ങളുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഗദ്യഭാഗങ്ങളിലെ കഥാപാത്രമാണ് പറയുന്നതുകൊണ്ട് അമ്മത്തൊട്ടിൽ ടീച്ചർ പറയുന്നില്ല. ഇത് ഓരോ വിളിയും കത്തിലെ മകൻ എന്ന് പറയുന്നത് ഈ മകനിലൂടെയാണ് എന്ത് ചെയ്യുന്നത് അച്ഛനും അമ്മേൻ്റെ സ്നേഹത്തെക്കുറിച്ച് വായനക്കാരന് മനസ്സിലാകുന്നത് അല്ലേ. മാതാപിതാക്കളോട് ഭയവും ഭക്തിയും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്ന കഥാപാത്രമാണ് ഓരോ വിളിയും കാത്തിലെ മകൻ എന്ന് പറയുന്നത്. അമ്മയെ നിർബന്ധിച്ച് കൊണ്ടുപോകാനോ അവിടെ ഒറ്റയ്ക്കിടാനോ സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീർപ്പ് മുട്ടുന്നൊരു കഥാപാത്രം. അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂട്ടുകിടക്കാൻ ഒരു പെൺകുട്ടി, അമ്മ വരില്ല എന്നറിയാവുന്നതുകൊണ്ട് കൂട്ടുകിടക്കാൻ ഒരു പെൺകുട്ടിയെ ഏർപ്പാടാക്കുന്നു. അതേപോലെ അമ്മ ഒരു വിഷമമൊക്കെ മാറിയിട്ടുണ്ടാവും അല്ലേ. കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ സമയത്താണ് അമ്മയെ എന്ത് ചെയ്യുന്നത് കൂടെ വിളിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ മകന്റെ കാഴ്ചപ്പാടിലൂടെയാണ് അച്ഛനെ അവതരിപ്പിക്കുന്നത് അമ്മയെയും. അമ്മയുടെയും അച്ഛൻ്റെയും ഊഷ്മളമായ സ്നേഹം മകനിലൂടെ കഥയിൽ അവതരിപ്പിക്കുന്നു. ഇനി അച്ഛൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് അച്ഛൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ കുറിച്ചാണ്. കഥയിൽ മരിച്ച അച്ഛൻ്റെ ഓർമ്മകളിലൂടെയാണ് അല്ലെ, മറ്റുള്ള ആളുകളുടെ ഓർമ്മകളിലൂടെയാണ് അച്ഛൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അച്ഛൻ കുടുംബനാഥൻ എന്ന നിലയിൽ കൃഷിക്കാരൻ, അയൽപക്ക ബന്ധങ്ങൾ പുലർത്തുന്നവൻ അല്ലെ, ഗ്രാമീണതയുടെ പ്രതീകമായിട്ടൊക്കെ ആരെ കണക്കാക്കാം? ഇതിലുള്ള അച്ഛൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ നമുക്ക് കണക്കാക്കാം. അദ്ദേഹം രോഗം ബാധിച്ച് ശയ്യയിൽ കിടക്കുന്ന സമയത്തും തൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം ബോധേഡായിരുന്നു. എല്ലാം എന്ത് നടക്കുന്നു, എങ്ങനെ നടക്കുന്നു എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. മനസ്സിൻ്റെ ക്ലാവ് പിടിച്ച കണ്ണാടിയിലൂടെ അദ്ദേഹം കണ്ടതെല്ലാം ശരിയായിരുന്നു എന്ന് പറയുന്നു. ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രയോഗങ്ങളാണ്. അതായത് ക്ലാവ് പിടിച്ച കണ്ണാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ക്ലിയർ ആവില്ല അല്ലേ, കുറച്ച് മങ്ങിയ ഒരു പച്ച കളറുള്ള, പക്ഷെ അതിൽ കാണുന്നതൊക്കെ റിയൽ ആയിട്ടുള്ള ചിത്രങ്ങളായിരിക്കും. ക്ലിയർ ആവില്ല, പക്ഷെ എങ്കിലും എന്താണ് അതിൽ കാണുന്നത്. അപ്പോൾ അച്ഛൻ കിടപ്പിലാണ്, അപ്പോൾ അച്ഛന് പറമ്പിലൊന്നും ഇറങ്ങി നടക്കാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ് യഥാർത്ഥമായിരുന്നു അല്ലെ. ഈ കണ്ണാടിയിൽ എന്ന പോലെ യഥാർത്ഥങ്ങളായിരുന്നു അദ്ദേഹം. കാരണം അദ്ദേഹം അത്രയും അനുഭവജ്ഞാനമുള്ളൊരു കർഷകനായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ. എന്തൊക്കെയാണ്? കന്നിപ്പാടത്തെ വേലിൻ്റെ വേലിയേറ്റം, കമുകൻ തോട്ടങ്ങളിലൂടെ പറന്നു പോകുന്ന വാവലുകളുടെ ചിറകടി വെച്ച് എന്താണ് അടക്കയുണ്ടാവും അല്ലേ, പഴുത്തടക്ക, വരണ്ട തെങ്ങി, വരമ്പിലേക്ക് ചാഞ്ഞു കിടക്കുന്ന കതിൽ ചവിട്ടി നടന്നു പോകുന്നത്, ഇതെല്ലാം എന്താണ് കൃഷിയോടേറെ ആഭിമുഖ്യമുള്ള അല്ലെ, അത്രയും കൃഷിയെ അല്ലെ തൊട്ടറിഞ്ഞിരുന്നൊരു കൃഷിക്കാരൻ്റെ ഒരു മനോഭാവമായിട്ട് കാണാം. പിന്നെ എനിക്കിപ്പോൾ എന്നെ കൊണ്ടൊന്നും വയ്യാന്ന് നിനക്ക് തോന്നിയില്ലോ, ആയിക്കോ അല്ലെ, ഇങ്ങനെയൊക്കെ പറയുന്നിടത്ത് എന്താണ് കലഹിക്കുമ്പോഴും അല്ലെ അവർ തമ്മിലുള്ള അഗാധമായിട്ടുള്ള സ്നേഹമാണ് കാണുന്നത് അല്ലെ. അപ്പോൾ ഇത്തരം ഇണക്കങ്ങളും പിണക്കങ്ങളും പരാതികളും പരിഭവങ്ങളും അല്ലെ ഒക്കെയാണ് ആ വീട് സജീവമാവുന്നത്. അച്ഛൻ്റെ വിളികൾ, ശബ്ദം അല്ലെ, ഈ പരാതിയൊക്കെ ഇടയ്ക്ക് അമ്മേനെ കാണാണ്ടാവുമ്പോഴാണ് വിളിക്കണേ അല്ലെ, ആവശ്യങ്ങൾക്ക് വേണ്ടി ആവണമെന്നില്ല. അപ്പോൾ അതിലൊക്കെ പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്നേഹത്തെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ചർച്ച ചെയ്യുന്നത്. പിന്നെ ഈ മനസ്സിൻ്റെ ക്ലാവ് പിടിച്ച കണ്ണാടി എന്ന് പറയുന്ന ടീച്ചറൊരു ചോദ്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രയോഗം, അച്ഛനെ കുറിച്ച് പറയുന്ന ഈ പ്രയോഗം എന്ത് ചെയ്യും, പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണെന്ന് കൂടെ മനസ്സിലാക്കുക. ഇനി
3 കഥാപാത്രങ്ങൾ കഴിഞ്ഞു. പിന്നെ അതിനകത്ത് കണാരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. കഥാപാത്ര നിരൂപണമായിട്ട് ചോദിക്കില്ല, പക്ഷെ എങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഗ്രാമീണ സൗഹൃദങ്ങളുടെ അല്ലെ സൂചനയായിട്ട് കണാരൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഗ്രാമനഗര വ്യത്യാസങ്ങളെ കുറിച്ചൊക്കെ ആ പാഠത്തിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചിലപ്പോൾ ഗ്രാമീണതയുടെ അല്ലെ നമുക്ക് നാട്ടിൻപുറത്തുള്ള എന്താവശ്യത്തിനും സ്വന്തം വീട്ടിലെ ആളെ പോലെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുന്ന ആ വീടിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന അല്ലെ അത്രയും സാന്ദ്ര സൗഹൃദത്തിന്റെ സൂചനയായിട്ടുള്ള ഒരു കഥാപാത്രമാണ് കണാരൻ എന്ന് പറയുന്ന കഥാപാത്രം എന്ന് നമുക്ക് ഓർത്ത് വെക്കാം കേട്ടോ. അടുത്തത് മത്തായി എന്ന് പറയുന്നത് ഏത് കഥാപാത്രമാണ്? അമ്മ, മത്തായിയുടെ അമ്മയൊക്കെ വരുന്നത് കോഴിയും കിഴവിയും എന്ന് പറയുന്ന കഥാഭാഗത്തിലെയാണ്. ഗ്രാമീണതയുടെ പ്രതീകമാണ് ഈ അമ്മ എന്ന് പറയുന്ന കഥാപാത്രം. ജീവിതം ഒരു പോരാട്ടമായിരുന്നു അമ്മയെ സംബന്ധിച്ച്. പട്ടിണിയോട് പൊരുതി ജീവിത വിജയം നേടിയ സ്ത്രീയാണ്. അഭയം നൽകിയ കുടുംബത്തിനോട്, ആരുടെ കുടുംബമാണ്? മർക്കോസിന്റെ കുടുംബമാണ് അല്ലെ. അവരോട് അഗാധമായിട്ടുള്ള സ്നേഹം സൂക്ഷിച്ചിരുന്ന കഥാപാത്രമാണ്. മകന്റെ വഴിവിട്ട പെരുമാറ്റത്തിലൊക്കെ അങ്ങേയറ്റം എന്താണ് ഡുഃഖമുണ്ടായിരുന്നു. മർക്കോസിനെ അല്ലെ ചതിയിൽ കുടുക്കിയതിലൊക്കെ മർക്കോസിനെ രക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് അമ്മയാണ് അല്ലെ. മകന്റെ നന്ദികേടിനെ വിമർശിക്കുന്ന ഒരു കഥാപാത്രം കൂടെയാണ് ആര്? മത്തായിയുടെ അമ്മ. മത്തായി നന്ദിയും കടപ്പാടും ഒന്നുമില്ല അല്ലെ, വന്ന വഴിയൊക്കെ മറന്നിരിക്കുന്ന ഒരാളാണ്. അമ്മയോട് പോലും ദേഷ്യമുള്ള കഥാപാത്രമാണ്. മർക്കോസിന്റെ കുടുംബത്തെ നിരന്തരം ദ്രോഹിക്കുന്നുണ്ട്. അവരെ നാട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി തന്നെ കൊണ്ടാവുന്ന പോലെയൊക്കെ ചെയ്യുന്നു. കള്ളക്കേസ് ഉണ്ടാക്കുകയോ ജയിലിലാക്കാൻ ഗൂഢാലോചന നടക്കുന്നു. ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് അല്ലെ പോയിന്റുകളുള്ള ഒരു കഥാപാത്രമാണ് മത്തായി. മർക്കോസ് എന്ന് പറയുന്നത് സമൃദ്ധിയിൽ നിന്ന്, ഉയരങ്ങളിൽ നിന്ന്, സമ്പത്തിൽ നിന്ന് താഴേക്ക് വന്നിരിക്കുന്ന കഥാപാത്രമാണ്. എങ്കിലും തറവാടിത്തത്തിലൊക്കെ ആത്മാർത്ഥതയുള്ള അല്ലെങ്കിൽ അഭിമാനമുള്ള കഥാപാത്രമായിരുന്നു. അയൽപക്ക സൗഹൃദമില്ല. വളരെ പോസിറ്റീവായിട്ട് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും പക്ഷെ കുട്ടികളിലേക്കൊക്കെ ഈ വൈരാഗ്യം വരുന്നതിനെ ഒന്നും ഇയാൾ തടയുന്നില്ല അല്ലെ. കുഞ്ഞുങ്ങളെ പോലും തിരുത്തുന്നില്ല കേട്ടോ. അടുത്ത തലമുറയിലേക്ക് പടരുന്ന തടയുന്നില്ല. പക്ഷെ മത്തായി ശത്രുവാണെങ്കിലും മത്തായിയുടെ അമ്മയോട് സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്ന കഥാപാത്രമാണ്. ഇനി നമ്മൾ അടുത്ത അല്ലേ ലാസ്റ്റ് ഗദ്യഭാഗം ഏതാണ്? പണയം എന്ന് പറഞ്ഞ കഥയാണ്. പണയത്തിൽ പ്രധാനപ്പെട്ട കഥാപാത്രം ചെമ്പു മത്തായിയാണ്. പണത്തിനോട് ആർത്തിയാണ്, മനുഷ്യത്വമില്ല, മക്കളെ പോലും ലാളിക്കുന്നില്ല, സഹൃദയത്വമില്ല. അതായത് കലയൊന്നും ആസ്വദിക്കാനുള്ള ഒരു ചിന്ത പോലും അദ്ദേഹത്തിനില്ല അല്ലെ. കുട്ടികളൊക്കെ അടിച്ചു വളർത്തണമെന്ന് ചിന്തിക്കുന്ന കഥാപാത്രമാണ്. വിശ്വാസങ്ങളും പള്ളിയിൽ അച്ഛൻ ഒന്നും വിചാരിക്കാതിരിക്കാൻ ഞായറാഴ്ച പള്ളിയിൽ പോയി കൂടെ എന്ന് ചോദിക്കുന്നതിലൂടെ വിശ്വാസവും പ്രകടനം മാത്രമാണെന്ന് മനസ്സിലാവുന്നു. അടുത്ത കഥാപാത്രം ചാക്കുണ്ണിയാണ്. തുന്നൽക്കാരനാണ്, കലാസ്വാദകനാണ്, പരോപകാരി, കുടുംബത്തോടും സഹജീവികളോടും സ്നേഹമുള്ളവനാണ്, തൊഴിലിൽ ആത്മാർത്ഥ പുലർത്തുന്ന കഥാപാത്രമാണ്. ഇത്തരത്തിൽ എന്ത് ചെയ്യും, താരതമ്യക്കുറിപ്പും ചിലപ്പോൾ ചോദിക്കാം അല്ലെ. കഥാപാത്ര നിരൂപണങ്ങൾ ആയിട്ട് അല്ലെ 2 കഥാപാത്രങ്ങളെ താരതമ്യക്കുറിപ്പ് ചോദിക്കാം. അപ്പോൾ ചെമ്പുമത്തായിയെ കുറിച്ച് പറയുന്ന സമയത്ത് എല്ലാം നെഗറ്റീവ് അല്ല, ചെമ്പുമത്തായിക്കും പോസിറ്റീവ് ഉണ്ട്. അതായത് സ്വർണം മാത്രം പണയം എടുക്കുന്ന ആളാണ് ചെമ്പുമത്തായി. എന്നിട്ടും എന്ത് ചെയ്യണു, റേഡിയോ ചാക്കുണ്ണി കൊണ്ടു കൊടുത്ത സമയത്ത് അത് പണയത്തിന് എടുക്കുന്നുണ്ട്. അതേപോലെ എന്താണ്, നമ്പർ ഇട്ട് വെക്കുന്ന കൂട്ടത്തിൽ നിന്ന് ഒരിക്കലും പണയം മുതൽ തിരിച്ചെടുത്ത് കൊടുക്കില്ല. പക്ഷെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് ബാലമണ്ഡലം കേൾക്കാനോ മകൻ മരിച്ച അവസ്ഥയിൽ ആ പരിപാടി ആസ്വദിക്കാനോ അത് എടുത്തു കൊടുക്കാനോ ഒക്കെ ചെമ്പുമത്തായി തയ്യാറാവുന്നുണ്ട്. അതുപോലെ പലിശയ്ക്ക് പകരം ഡ്രസ്സ് അടിച്ചു കൊടുത്താൽ മതി എന്നൊക്കെ ക്രൂരൻ തന്നെയാണ്. എങ്കിലും കുറച്ച് ഇളവുകളൊക്കെ ആരോട് ചെയ്യുന്നത് കാണാം, ചാക്കുണ്ണിയോട് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ താരതമ്യക്കുറിപ്പും എന്ത് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ അതിനെ എന്ത് ചെയ്യുക, എഴുതാൻ വേണ്ടി ശ്രമിക്കുക. താരതമ്യക്കുറിപ്പ് ഏതും ചോദിക്കും. അമ്മത്തൊട്ടിലെ മകനെയും ഓരോ പിടിയിലെ കാത്തിലെ മകനെയും അല്ലെങ്കിൽ പ്ലാവിലെ കഞ്ഞിയിലെയും അല്ലെ, ഇതിൽ 3ലും ആദ്യത്തെ യൂണിറ്റിൽ 3 മകന്മാരുണ്ട് അല്ലെ. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. ഇത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യാം, ചോദ്യങ്ങളായിട്ട് ചോദിക്കാം. ഓക്കെ, അതും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ ഇത്രയുമാണ്. കൂടാതെ ഒരു കഥാപാത്രം കൂടെ ഉണ്ട്, റേഡിയോ ആണ് അല്ലേ. കഥയിലുടനീളം, പണയം എന്ന് പറയുന്ന കഥയിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ്. മനുഷ്യ കഥാപാത്രത്തിന് തുല്യമായ സ്ഥാനം ഒരു കഥാപാത്ര നിരൂപണമായിട്ട് വലിയ പക്ഷേ റേഡിയോയെക്കുറിച്ച് ചോദിക്കും. വായനക്കാരിൽ പഴയകാല ഓർമ്മകൾ നൽകുന്നുണ്ട്. ചാക്കുണ്ണിയുടെ മാനസപുത്രനാണ്. ചാക്കുണ്ണിയുടെ ജീവിതം നിയന്ത്രിക്കുന്നു. ചെമ്പുമത്തായിക്ക് പക്ഷേ റേഡിയോ എന്താണ്, ഒരു ഉപകരണം മാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, ഇതിനെ പഠിച്ചു വയ്ക്കുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പോൾ കഥാപാത്ര നിരൂപണം ഉറപ്പായിട്ടും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ടീച്ചർ വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യണം മക്കൾ, ഷെയർ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം, ലൈക്കൊക്കെ ചെയ്യണം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയുള്ള പാഠഭാഗങ്ങൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പഠിച്ചു തുടങ്ങുക കേട്ടോ. ഓക്കെ, ബൈ.